സംസ്ഥാനത്ത് ഇന്ന് മഴ ശക്തമാകുമെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുണ്ട്. വടക്കൻ കേരളത്തിലാണ് മഴ ശക്തമാകാൻ സാധ്യത. തൃശൂർ, കോഴിക്കോട്, മലപ്പുറം, കണ്ണൂർ, വയനാട്, കാസർഗോഡ് എന്നീ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. വിവരങ്ങളുമായി വർഷ കോഴിക്കോട് നിന്നും ചേരുന്നുണ്ട്. വർഷ, ആ മേഖലകളിലാണ് സ്വാഭാവികമായിട്ടും മഴയുടെ മുന്നറിയിപ്പുള്ളത്. എന്താണ് മഴ മുന്നറിയിപ്പ്? അതോടൊപ്പം തന്നെ എന്തൊക്കെ മുൻകരുതലുകളാണ് എടുത്തിട്ടുള്ളതും സർക്കാർ തലത്തിൽ? രാജേഷ്, കഴിഞ്ഞ ദിവസവും വടക്കൻ കേരളത്തിൽ മഴ ശക്തമായിരുന്നു. ഇന്നും മഴ ശക്തമാകുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. അതേസമയം 29-ാം തീയതി വരെയായിരിക്കും ഈ മഴയുടെ ശക്തി തുടരുക എന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. ഇന്നെന്തായാലും കോഴിക്കോട്, വയനാട്, മലപ്പുറം, കാസർഗോഡ്, കണ്ണൂർ, തൃശൂർ തുടങ്ങിയ 6 ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇവിടെയെല്ലാം പ്രത്യേക ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ മത്സ്യബന്ധന മേഖലയിൽ, അതായത് ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളോട് പ്രത്യേക ജാഗ്രത പുലർത്താനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കിലോമീറ്ററിൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികൾ പ്രത്യേക ജാഗ്രത പുലർത്തണമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. എന്തായാലും വരും മണിക്കൂറുകളിലും മഴ ശക്തമാകാൻ തന്നെയാണ് സാധ്യത. മലയോര മേഖലയിലുള്ളവരോടും അതേപോലെ വെള്ളപ്പൊക്ക സാധ്യതയുള്ളവരോടും എല്ലാം മാറി നിൽക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാരണം ഇടവിട്ടുള്ള സമയങ്ങളിൽ ശക്തമായ മഴ ലഭിക്കുമെന്നുള്ളതാണ് കാലാവസ്ഥ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. എന്തായാലും മഴ ശക്തമായതോടെ വീണ്ടും വടക്കൻ കേരളത്തിലെ ജനങ്ങളെല്ലാം അതീവ ജാഗ്രതയിലാണ്. വർഷ, ഈ നമുക്ക് കേരളത്തിൽ നിന്ന് പുറത്തേക്ക് അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക്, കർണാടക അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകുന്നെങ്കിൽ പ്രധാനപ്പെട്ട ഒരു സ്ഥലം വഴിയാണല്ലോ ഈ താമരശ്ശേരി ചുരം. ആ ചുരത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പാറയൊക്കെ വീണ് റോഡ് ഗതാഗതം താറുമാറായ ഒരു സാഹചര്യമായിരുന്നു. അതിൽ നമ്മളൊരു വാർത്തയും കൊടുത്തിരുന്നു. പറഞ്ഞ സമയത്തിനൊന്നും അത് മാറ്റാൻ പറ്റിയില്ല, ഗതാഗതം പുനഃക്രമീകരിക്കാനും പറ്റാത്തൊരു സാഹചര്യമുണ്ട്. എന്താണ് ഇന്നത്തെ സ്ഥിതി? അധികൃതർ എന്താണ് ഇതേക്കുറിച്ച് പറയുന്നത്? രാജേഷ്, ഇന്ന് താമരശ്ശേരി ചുരത്തിൽ വിദഗ്ധ സമിതി സന്ദർശിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ജിയോളജിക്കൽ വകുപ്പ്, അതേപോലെ മണ്ണ് സംരക്ഷണ വകുപ്പ്, ദുരന്ത നിവാരണ അതോറിറ്റി അധികൃതർ തുടങ്ങിയവർ ഇന്ന് ചുരം സന്ദർശിക്കുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ശേഷം അവർ അതായത് ഇനി ഒരു മണ്ണിടിച്ചിൽ സാധ്യത ഉണ്ടോ എന്നുള്ള കാര്യമായിരിക്കും കൂടുതൽ പരിശോധിക്കുക. കാരണം രാജേഷ് സൂചിപ്പിച്ച പോലെ പ്രധാനപ്പെട്ട ഒരു റോഡാണ് താമരശ്ശേരി ചുരത്തിൽ. അതുകൊണ്ട് തന്നെ അവിടെ ഇനി അപകട സാധ്യത ഉണ്ടോ എന്നുള്ള കാര്യമാണ് കൂടുതലായും പരിശോധിക്കുക. അതിനായി ഇന്ന് ജിയോളജിക്കൽ വകുപ്പും അതേപോലെ മണ്ണ് സംരക്ഷണ സമിതി, ദുരന്ത നിവാരണ അതോറിറ്റി തുടങ്ങിയവർ സ്ഥലത്തെത്തി പരിശോധന നടത്തും. അതേസമയം ചുരത്തിലെ താമരശ്ശേരി ചുരം 9-ാം വളവിൽ വ്യൂ പോയിന്റ് സമീപത്താണ് കഴിഞ്ഞ ചൊവ്വാഴ്ച മണ്ണിടിച്ചിലുണ്ടായത്. ഇവിടെ മണ്ണിടിച്ചിലുണ്ടായതിനെ തുടർന്ന് കുറ്റ്യാടി ചുരത്തിലൂടെയായിരുന്നു വാഹനങ്ങളെല്ലാം കടന്നുപോയത്. അതേ തുടർന്ന് കുറ്റ്യാടി ചുരത്തിൽ വലിയ രീതിയിൽ ഗതാഗത കുരുക്കുമുണ്ടായിരുന്നു. ശേഷം ഇന്നലെ രാത്രിയോട് കൂടിയാണ് പാറകളെല്ലാം നീക്കി താമരശ്ശേരി ചുരം ഭാഗികമായി തുറന്നു നൽകിയത്. എന്നാൽ പിന്നീട് അത് അടച്ചിടുക തന്നെയായിരുന്നു. ഇന്ന് താമരശ്ശേരി ചുരം പാത പൂർണ്ണമായും തുറന്നു നൽകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ ഈ വിദഗ്ധ സമിതിയുടെ പരിശോധനയ്ക്ക് ശേഷം മാത്രമായിരിക്കും അക്കാര്യത്തിൽ തീരുമാനമാവുക. രാജേഷ്, വർഷയാണ് വിവരങ്ങൾ നൽകിയത്. നമുക്കറിയാം, ഈ താമരശ്ശേരി ചുരം എന്ന് പറയുമ്പോൾ അതുവഴി യാത്ര ചെയ്തിട്ടുള്ളവർക്ക് അറിയാൻ കഴിയും. അതുവഴി പകുതി എത്തിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. മറ്റു വഴികളില്ല എന്ന് തന്നെയാണ്.